അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റപ്പോൾ ഇതാ എല്ലാവരും സ്കൂൾ പടക്കാർ കുറച്ചുണ്ടാവും. അവരെല്ലാവരും മാറ്റിയിട്ട് ഫുഡൊക്കെ കഴിച്ചതാ സ്കൂളിൽ പോയി. അങ്ങനെ ഉച്ചയ്ക്കത്തെ മന്തി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ റെസിപ്പീസ് ഡീറ്റെയിൽ ആയിട്ട് ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതേഴ്സ് എനിക്കതിൻ്റെ റെസിപ്പീസൊന്നും ഏകദേശം അറിയത്തില്ല. പക്ഷേ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ചെറിയ ചെറിയ സ്റ്റെപ്സേ ഉള്ളൂ. അപ്പോൾ ആദ്യം അല്ലിച്ചപ്പും പുതിനയും ചിക്കനും പിന്നെ സ്പൈസസ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് പൗഡേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കത് മാഗ്നേറ്റ് ചെയ്തിട്ട് 2 hours വെക്കണം കേട്ടോ. അങ്ങനെ അത് നമുക്ക് സ്ലോലി കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഈ ചിക്കൻ വേവണം, അപ്പോഴാണ് അതിൻ്റെ സ്റ്റോക്ക് അതിൽ ഇറങ്ങുള്ളൂ. അപ്പോൾ അതിങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം സ്ലോ കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അതൊക്കെ തുറന്നിട്ട് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇളക്കി കൊടുക്കണം, കാരണം അടി പിടിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇളക്കിയിട്ട് അതിൻ്റെ സ്റ്റോക്കൊക്കെ അതിലിങ്ങനെ വരുമ്പോൾ പ്രത്യേക ഫ്ലേവറും സ്മെല്ലും വരും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇത് അരിയൊക്കെ കഴുകിയെടുക്കാം. അപ്പോൾ അതിൽ ഞങ്ങൾ ബസ്മതി റൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് ഏകദേശം കഴുകിയിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു 1/2 hour വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാൻ നമ്മൾ അവിടെ വെക്കണം. അപ്പോൾ ഇത് നമ്മൾ നല്ല ക്വാളിറ്റി റൈസാകുമ്പോൾ നമ്മുടെ റൈസിൻ്റെ ഫ്ലേവർ അധികം പോകാൻ പാടില്ല. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഉപ്പിലിട്ട മാങ്ങയാണ് വീട്ടിൽ, ഒരു ചെനച്ച മാങ്ങ എന്ന് പറയുന്നത്. അത് നല്ല പഴുത്തിട്ടില്ല. അപ്പോൾ ആ മാങ്ങ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ റൈസൊക്കെ ഇട്ടു. അങ്ങനെ ആദ്യം റൈസിടുമ്പോൾ നമുക്ക് അതിൽ കല്ലുപ്പ് ഇടണം. അപ്പോൾ ഇത് കല്ലുപ്പൊക്കെ ഇട്ട് റൈസൊക്കെ ആക്കി എന്നിട്ട് അത് നമ്മൾ ആഡ് ചെയ്തിട്ട് അത് സ്ട്രെയിനറിൽ കുറച്ച് നേരം വെക്കണം, കാരണം അതിൻ്റെ വെള്ളം ഈർപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഫ്ലേവർ നമ്മൾ ഡ്രൈഡ് ലെമൺ എന്തായാലും ചേർക്കണം, കാരണം അതിൻ്റെ ഫ്ലേവർ ഒന്നും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ചാർക്കോൾ റെഡിയാക്കാൻ വെച്ചു കേട്ടോ. ഈ ചാർക്കോളിൻ്റെ ഫ്ലേവർ അടിപൊളിയായിരിക്കും അതിൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിക്കൻ മറക്കരുത്, അതും കൂടെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. എന്നിട്ട് റൈസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ റൈസ് സ്ട്രെയിനറിൽ വെച്ചിരിക്കുകയാണ്. നമ്മൾ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഊറ്റിയെടുത്തത്. എന്നിട്ട് റൈസൊക്കെ ലെയർ ചെയ്തിട്ട് ചിക്കൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു കേട്ടോ. ലേശം ചിക്കൻ നമ്മൾ പുറത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അത് നമ്മൾ റൈസിൻ്റെ മേലെ നമ്മൾ ഫ്ലേവർ ആയിട്ടും രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മൊത്തത്തിൽ മിക്സിങ് ചെയ്യാം. പക്ഷെ അത് ഫോട്ടോയൊക്കെ നമ്മുടെ ഇതിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിതിൽ ആഡ് ചെയ്തത് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെന്തായാലും ഇതിൻ്റെ റെസിപ്പീസ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഞാൻ നാട്ടിൽ വരുമ്പോൾ ഉമ്മാനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്ന സംഭവമാണ്, കാരണം ഭയങ്കര ടേസ്റ്റാണ് ഇതിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ റൈസ് ആയതും, അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളമാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് യെല്ലോ കളർ നീ അത് ആഡ് ചെയ്യാം. കളർ ഞാൻ അധികം പ്രിഫർ ചെയ്യണില്ല. പിന്നെ അത് ഗ്രീൻ ചില്ലി വെച്ച് കൊടുത്തു. എന്നിട്ട് ചിക്കൻ അതിൻ്റെ മേലെ വെച്ച് കൊടുത്തു. എന്നിട്ട് ചാർക്കോൾ നമ്മൾ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആ ഓയിൽ ഒഴിച്ചത് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് വെച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാറുള്ളതാണ്. ടേസ്റ്റ് വൈസ് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. സംഭവം ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ മന്തിയുടെ വ്ളോഗാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങളിത് വിളമ്പിയ സംഭവമൊക്കെ എന്നിട്ട് ചിക്കൻ മേലെ ലെയർ ചെയ്തിട്ട് കഴിച്ചു. സംഭവം അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ ഗായ്സ്, ബായ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, കമൻറ്റ് ഗായ്സ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ. അപ്പോൾ ബായ്.